സുപ്രഭാതം. ഇന്നത്തെ ദിനചര്യ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഹോങ്കോങ്ങിലെ സുപ്രധാനമായ സുരക്ഷാ വിചാരണയിൽ ആക്ടിവിസ്റ്റുകൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ വാർത്തയോടെയാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഒപ്പം വെസ്റ്റ് ബാങ്കിലെ പുതിയ കുടിയേറ്റ പദ്ധതികളെ അപലപിച്ച് അന്താരാഷ്ട്ര നേതാക്കൾ ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നു. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ഹോങ്കോങ്ങിലെ പ്രമുഖരായ 3 ജനാധിപത്യ പ്രവർത്തകരെ നഗരത്തിലെ കർശനമായ ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഭരണകൂടത്തെ അട്ടിമറിക്കാൻ പ്രേരിപ്പിച്ചുവെന്ന കുറ്റത്തിന് കോടതി കുറ്റക്കാരായി കണ്ടെത്തി. ഇന്ന് പുറപ്പെടുവിച്ച ഈ വിധി 2020 ബെയ്ജിംഗ് ഈ നിയമം നടപ്പിലാക്കിയതിനു ശേഷം ജനാധിപത്യ അനുകൂലികൾക്കെതിരെ നടക്കുന്ന നിയമനടപടികളിലെ നിർണായകമായൊരു വഴിത്തിരിവാണ്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 2020 അനൌദ്യോഗികമായി നടന്ന പ്രൈമറി തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തതിനും അത് സംഘടിപ്പിച്ചതിനുമാണ് ഇവർക്കെതിരെ കേസെടുത്തത്. സർക്കാരിനെ സ്തംഭിപ്പിക്കാനും നഗരത്തിന്റെ രാഷ്ട്രീയ സ്ഥിരത തകർക്കാനുമുള്ള ആസൂത്രിതമായ ശ്രമമാണിതെന്ന് അധികൃതർ ആരോപിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധയാകർഷിച്ച ഈ വിചാരണയിൽ നിയമസഭയിൽ ഭൂരിപക്ഷം നേടാനുള്ള പ്രവർത്തകരുടെ ശ്രമം നിയമാനുസൃതമായ രാഷ്ട്രീയ പ്രവർത്തനമാണോ അതോ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള കുറ്റകരമായ നടപടിയാണോ എന്നതാണ് പ്രധാനമായും പരിശോധിച്ചത്. പ്രൈമറി തിരഞ്ഞെടുപ്പ് എന്നത് അശാന്തി പടർത്താനും കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തെ വെല്ലുവിളിക്കാനുമുള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. എന്നാൽ തങ്ങൾ രാഷ്ട്രീയ പങ്കാളിത്തത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് വിനിയോഗിച്ചതെന്ന് പ്രതിഭാഗം വാദിച്ചു. ഈ വിധിയിലൂടെ വർഷങ്ങൾ നീളുന്ന തടവോ ജീവപര്യന്തം തടവോ വരെ ഇവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഹോങ്കോങ്ങിലെ നിയമവ്യവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങളും നിലവിലെ സുരക്ഷാ ചട്ടക്കൂടിനുള്ളിൽ രാഷ്ട്രീയ വിയോജിപ്പുകൾക്കുള്ള ഇടം എങ്ങനെ ചുരുങ്ങുന്നുവെന്നും നിരീക്ഷിക്കുന്നവർക്ക് ഈ കേസ് ഏറെ നിർണായകമാണ്. ഖത്തറിന് വേണ്ടി റിപ്പോർട്ട്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ സേന നടത്തുന്ന സൈനിക നടപടികളെ കുവൈറ്റ് ഔദ്യോഗികമായി അപലപിച്ചു. ഇന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അക്രമം വർദ്ധിക്കുന്നതിലും അതിനെ തുടർന്നുണ്ടാകുന്ന സാധാരണക്കാരുടെ മരണത്തിലും കുവൈറ്റ് സർക്കാർ അതീവ ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഈ നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനുഷിക തത്വങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതായി QNA റിപ്പോർട്ട് ചെയ്യുന്നു. ഫലസ്തീൻ ജനതയെ സംരക്ഷിക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്നും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണമെന്നും പ്രസ്താവനയിൽ ഊന്നിപ്പറഞ്ഞു. ഫലസ്തീൻ വിഷയത്തിലുള്ള തങ്ങളുടെ ഉറച്ച നിലപാട് ആവർത്തിച്ച കുവൈറ്റ് ഗാസയിലെ മാനുഷിക സാഹചര്യം കൂടുതൽ വഷളാകാതിരിക്കാൻ അടിയന്തരമായി ശത്രുത അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന വിശാലമായ ആവശ്യത്തെയാണ് സർക്കാരിന്റെ ഈ നിലപാട് പ്രതിഫലിപ്പിക്കുന്നത്. ഗാസയിലെ വർദ്ധിച്ചുവരുന്ന സാധാരണക്കാരുടെ മരണനിരക്ക് കുറയ്ക്കുന്നതിനും സംഘർഷത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനുമായി പ്രാദേശിക പങ്കാളികളുമായി കുവൈറ്റ് നിരന്തരം സഹകരിക്കുന്നുണ്ട്. ഗൾഫ് സഹകരണ കൗൺസിൽ അംഗങ്ങൾ നടത്തിയ സമാനമായ നയതന്ത്ര പ്രതികരണങ്ങളുടെ തുടർച്ചയായാണ് ഈ ഔദ്യോഗിക അപലപനം. ഗാസയിലെ സൈനിക നടപടികൾക്കിടയിൽ സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും സംയമനം പാലിക്കണമെന്നും GCC രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഖത്തറിന് വേണ്ടി. അലാസ്കയിൽ ഉണ്ടായ ദാരുണമായ വിമാനാപകടത്തിൽ 8 പേരും മരിച്ചതായി അധികൃതർ സ്ഥിരീകരിച്ചു. അലാസ്കയുടെ പടിഞ്ഞാറൻ മേഖലയിലെ ഉൾപ്രദേശത്താണ് സെസ്ന 441 വിമാനം തകർന്നു വീണത്. റിപ്പോർട്ട് പ്രകാരം വ്യാഴാഴ്ച ആങ്കറേജിൽ നിന്ന് കേപ്പ് ന്യൂൻഹാം ലോങ് റേഞ്ച് റഡാർ സൈറ്റിലേക്ക് പുറപ്പെട്ട വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:15 ഓടെ റഡാർ സൈറ്റിന്റെ വിമാനത്താവളത്തിന് പടിഞ്ഞാറായി വിമാനം തകർന്നു വീണതായി ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. അപകടത്തെ തുടർന്ന് അലാസ്കൻ കമാൻഡ് ഉടൻ തന്നെ തിരച്ചിൽ, രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വ്യാഴാഴ്ച വൈകി പുറത്തിറക്കിയ പ്രസ്താവനയിൽ 212 റെസ്ക്യൂ സ്ക്വാഡ്രൺ അപകടസ്ഥലത്തെത്തിയെന്നും വിമാനത്തിലുണ്ടായിരുന്ന 8 പേരും മരിച്ചതായി സ്ഥിരീകരിച്ചുവെന്നും അലാസ്കൻ കമാൻഡ് അറിയിച്ചു. ബന്ധുക്കളെ വിവരം അറിയിച്ച് 24 മണിക്കൂർ കഴിയുന്നത് വരെ മരിച്ചവരുടെ വിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. അപകടകാരണം കണ്ടെത്താൻ ഫെഡറൽ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അലാസ്കയിലെ ഉൾപ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തകർ നേരിടുന്ന ദുഷ്കരമായ സാഹചര്യങ്ങളെക്കുറിച്ചും ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ചും ഔദ്യോഗികമായി പേരുകൾ പുറത്തുവിടുന്നതിനനുസരിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഖത്തറിന് വേണ്ടി റിപ്പോർട്ട്. എൽ നിനോ പ്രതിഭാസം മൂലമുണ്ടായ രൂക്ഷമായ ജലക്ഷാമത്തെ തുടർന്ന് പനാമ കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ആഗോള സമുദ്ര വ്യാപാരത്തിന്റെ സുപ്രധാന പാതയായ പനാമ കനാലിലെ ഗാട്ടുൻ തടാകത്തിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ദിവസേനയുള്ള കപ്പലുകളുടെ എണ്ണം കുറയ്ക്കാൻ അധികൃതർ തീരുമാനിച്ചത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കനാലിലെ സങ്കീർണമായ ലോക്ക് സംവിധാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ മഴ ലഭിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. കനാലിന്റെ പ്രവർത്തനം സുഗമമായി നിലനിർത്താൻ ഈ നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് പനാമ കനാൽ അതോറിറ്റി വ്യക്തമാക്കി.
ജലനിരപ്പ് കുറഞ്ഞതോടെ വലിയ കപ്പലുകൾക്ക് നേരത്തെ തന്നെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനിലയിലുണ്ടാകുന്ന വർധനവായ എൽ നിനോ മേഖലയിലെ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതാണ് കടുത്ത വരൾച്ചയ്ക്ക് വഴിവെച്ചത്. കനാൽ പ്രവർത്തനം തുടരുന്നുണ്ടെങ്കിലും ഗതാഗതത്തിനുള്ള അനുമതി കുറയ്ക്കുന്നത് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾക്കിടയിൽ സർവീസ് നടത്തുന്ന കപ്പലുകൾക്ക് കാലതാമസവും ചരക്ക് നീക്കത്തിൽ തടസ്സങ്ങളും സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കാലാവസ്ഥാ വ്യതിയാനം ആഗോള വിതരണ ശൃംഖലയെ എത്രത്തോളം ബാധിക്കുമെന്നത് വരും ദിവസങ്ങളിലെ മഴയെ ആശ്രയിച്ചിരിക്കുമെന്ന് അതോറിറ്റി അറിയിച്ചു. ന്യൂസ് റാവൽപിണ്ടിയിലെ ആശുപത്രിയിൽ വൈദ്യപരിശോധനകൾക്ക് ശേഷം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ വീണ്ടും അതിയാല ജയിലിലേക്ക് മാറ്റി. വൈദ്യപരിശോധനകൾ പൂർത്തിയായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ തിരികെ ജയിലിലേക്ക് മാറ്റിയതെന്ന് സർക്കാർ വൃത്തങ്ങൾ ബുധനാഴ്ച സ്ഥിരീകരിച്ചു. 2023 ഓഗസ്റ്റ് മുതൽ തടവിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടയിലാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്നാൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുള്ള പതിവ് പരിശോധന മാത്രമാണിതെന്ന് ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം തനിക്ക് മതിയായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും തടവറയിലെ സാഹചര്യങ്ങൾ സുതാര്യമല്ലെന്നും ഇമ്രാൻഖാന്റെ അഭിഭാഷകർ നേരത്തെ ആരോപിച്ചിരുന്നു. അദ്ദേഹത്തെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അനുയായികൾ പ്രതിഷേധം തുടരുമ്പോഴും ജയിൽ നിയമങ്ങൾ പാലിച്ചാണ് എല്ലാ നടപടികളും സ്വീകരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. അഴിമതി, ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തൽ, വിവാഹ നിയമലംഘനം തുടങ്ങി നിരവധി കേസുകളിൽ വിചാരണ നേരിടുന്ന ഇമ്രാൻഖാന്റെ ജയിലിലേക്കുള്ള മടക്കം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകളുമായി തുടരുന്നു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങൾ വിപുലീകരിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനത്തിനെതിരെ 5 പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത്. യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഭാവിയിൽ രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന പലസ്തീൻ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് നിർണായകമായ പ്രദേശങ്ങളിൽ ഇസ്രായേൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുവെന്ന് ബിബിസി റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വിപുലീകരണം ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുമെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. തന്ത്രപ്രധാനമായ മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സുരക്ഷാ കാരണങ്ങളാലും ചരിത്രപരമായ അവകാശവാദങ്ങൾ ഉന്നയിച്ചുമാണ് ഇസ്രായേൽ ഈ നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. എന്നാൽ ഈ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്ന് ഈ 5 രാജ്യങ്ങളും ഇസ്രായേൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യത്തിൽ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ വിപുലീകരണം അംഗീകരിക്കാനാവില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ രാജ്യങ്ങൾ നൽകുന്നത്. മേഖലയിലെ അസ്ഥിരത വർദ്ധിപ്പിക്കുന്ന ഏകപക്ഷീയമായ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ദീർഘകാല സമാധാന ശ്രമങ്ങൾക്ക് ഇത് വലിയ ഭീഷണിയാണെന്നും ബിബിസി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ സാമ്പത്തിക തന്ത്രം ഇക്കണോമിക് ഡിഡേ എന്ന് ചില നിരീക്ഷകർ വിശേഷിപ്പിക്കുന്ന ഈ പദ്ധതി ഇറാനിയൻ സമ്പദ്വ്യവസ്ഥയിൽ എന്ത് സ്വാധീനം ചെലുത്തുമെന്നത് വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു. ബിബിസിയുടെ റിപ്പോർട്ട് പ്രകാരം മുൻ പ്രസിഡന്റ് വീണ്ടും പരമാവധി സമ്മർദ്ദം ചെലുത്തുന്ന നയത്തിലേക്ക് മടങ്ങാൻ സൂചന നൽകുന്നുണ്ടെങ്കിലും നിലവിലുള്ള ഉപരോധങ്ങളെ മറികടക്കാൻ ഇറാൻ കാണിക്കുന്ന മികവ് ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനധികൃത എണ്ണ വിൽപ്പന, പ്രാദേശിക വ്യാപാര പങ്കാളിത്തങ്ങൾ, ബദൽ സാമ്പത്തിക മാർഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് അന്താരാഷ്ട്ര ഒറ്റപ്പെടലിന്റെ ആഘാതം കുറയ്ക്കാൻ ടെഹ്റാൻ വിജയിച്ചിട്ടുണ്ട്. പുതിയ വ്യാപാര നിയന്ത്രണങ്ങൾ വിപണിയിൽ അസ്ഥിരത സൃഷ്ടിക്കുമെന്നും കറൻസി സ്ഥിരതയെ ബാധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ടെങ്കിലും പരമ്പരാഗത ബാങ്കിംഗ് ഉപരോധങ്ങളെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ ഇറാൻ ഇതിനകം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. പാശ്ചാത്യ നിയന്ത്രണത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥകളിൽ നിന്ന് ഇറാനിയൻ സമ്പദ്വ്യവസ്ഥ കൂടുതൽ അകന്നുകൊണ്ടിരിക്കുന്നതിനാൽ പുതിയ ഇക്കണോമിക് ഡിഡേ തന്ത്രം എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ഇപ്പോഴും അവ്യക്തമാണ്. കൂടാതെ പാശ്ചാത്യേതര രാജ്യങ്ങളുമായുള്ള ഇറാന്റെ വർദ്ധിച്ചുവരുന്ന ബന്ധം മുൻകാല ഉപരോധങ്ങളെ അപേക്ഷിച്ച് അവർക്ക് വലിയൊരു സുരക്ഷാ കവചം നൽകുന്നുണ്ട്. അതിനാൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുമെന്ന ഭീഷണി നിലനിൽക്കുമ്പോഴും ഇത്തരം നടപടികൾക്ക് ഇറാന്റെ നയങ്ങളിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുമോ എന്നത് അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചാവിഷയമായി തുടരുകയാണ്. ന്യൂസിന് വേണ്ടി ഇന്നത്തെ ആഗോള വാർത്തകളുടെ വസ്തുതാപരമായ വിശകലനത്തിലേക്ക് സ്വാഗതം. കൂടുതൽ വാർത്തകളുമായി ഞങ്ങൾ ഉടൻ തിരിച്ചെത്തും. പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ ഉറപ്പുവരുത്തുന്നത്